ഇതൊരു സാധാ LED ബൾബാണ്. ഈ സാധാ LED ബൾബ് എടുത്ത് തന്നെ ഈ ബോർഡ് കംപ്ലൈൻ്റ് ആണ് ഇതിൻ്റെ. ഇത് കറണ്ടിലിട്ടാലും അത് വർക്കാവില്ല. അപ്പോൾ ഇതിൻ്റെ ബോർഡ് മാറ്റിയെടുക്കുക. ഇത് വലിയൊരു ആനത്തറയുള്ള കാര്യമൊന്നുമല്ല. സാധാ ഒരു 7 വാട്ടിൻ്റെ LED ബൾബാണ്. ഇത് മാറ്റിയെടുക്കുക. സാധനം ക്യാപ്പുണ്ട് അഴിച്ചെടുക്കുക. ക്യാപ്പ് അഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന ബോർഡ്, ഈ ബോർഡ് എന്നിട്ട് പൊക്കിയെടുക്കാം. സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിരിക്കുക. സാധനം പൊങ്ങിപ്പോരും. ഈ ബോർഡിലാണ് കംപ്ലൈൻറ്റ്. ഈ ബോർഡ് നമുക്ക് അഴിച്ച് ഇതിൻ്റെ ഈ കപ്പാസിറ്റർ, അതുപോലെ 2 കപ്പാസിറ്റർ ഉണ്ട്, ഒന്ന് പോളിസ്റ്റർ ഒന്ന് ഇലക്ട്രോലൈറ്റിക്. ഇത് മാറ്റി ഇതിൽ ഈ ബോർഡിൽ ഇതേപോലെ അതായത് LED അതുപോലെ ഈ ചെറിയ ഈ കണ്ടൻസർ മറ്റുള്ള കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആണ് വെച്ചാൽ നമുക്ക് മാറ്റി ഇത് നമുക്ക് വല്ലാതെ കളിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഒറ്റ പണി മതി. ഈ ഫേസ് ന്യൂട്രൽ വയറിൻ്റെ ഊരിയെടുക്കുക. ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ സെയിം അളവിലുള്ള LEDയുടെ ഇതേപോലത്തെ കത്തണ ബോർഡ് കിട്ടും. അത് നമുക്കിതിൽ ഫിക്സ് ചെയ്യുക. നേരെ ബൾബ് ഹോളിൽ ഇട്ട് വെക്കുക. അത്രേ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ നമുക്കത് ആദ്യം ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ ഈ 2 വയറിൻ്റെ ഊരിയെടുത്താൽ മതി. ഇപ്പോൾ ഈ 2 വയറിൻ്റെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഉള്ള ചെറിയൊരു പരിപാടിയുള്ളൂ. ഈ 2 വയറ് ഊരിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബോർഡ്. ഇനി ഇതിൽ കാണുന്ന ഈ 2 വയർ മാത്രമേ ഉള്ളൂ. ഫേസ് ന്യൂട്രൽ. ഇനി ഇതിൽ ഇടാൻ പോണ സെയിം ഇതേപോലത്തെ ബോർഡാണിത്. അപ്പോൾ ഈ ബോർഡ് ഏകദേശം ഒരു ഇലക്ട്രോണിക് കടയിലൊക്കെ ഏകദേശം ഒരു 30-40 റേഞ്ചിൽ സാധനം കിട്ടും. അതിലും കൂടാം, അതിൽ കുറയാം. പല മോഡലിൽ ബോർഡുകളിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടാൻ കുറയാൻ എന്ന് പറയുന്നത്. അത് നോക്കിയിടേ വേണ്ടുള്ളൂ. ഇതിൽ നോക്കാനൊന്നുമില്ല. ഒരു 2 പോയിൻ്റ് കാണാം. അതിൽ LN എഴുതിയിട്ടുണ്ടാവും. അത് അങ്ങോട്ടൊന്നും മാറിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് കണക്ഷൻ കൊടുത്തിട്ടാൽ മതി. പിന്നെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലൊന്നും ടച്ച് ചെയ്യരുത്. നല്ല ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്യാപ്പൊക്കെ അടച്ച് കഴിഞ്ഞ് ഡയറക്റ്റ് നമുക്ക് ഹോൾഡിൽ കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഇട്ട് നോക്കിയാൽ ബൾബ് ഓക്കെ ആണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത കണക്ഷൻ ഓക്കെ ആണെന്ന് വെച്ചാൽ ബൾബ് ഓക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കത്തും. അത്രേ ഉള്ളൂ ഇതിൻ്റെ വർക്ക്. അപ്പോൾ ആദ്യം നമുക്കിത് കൊടുത്തു നോക്കാം. ഇതിൽ ചെറിയൊരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട്. ആ സെൻറ്റർ പോയിൻ്റ് നോക്കിയിട്ട് ഇടുക. ഇനി 2 വയർ, അതാണ് ഇതിൽ കൊടുക്കാനുള്ളത്. ഇതിലിപ്പോൾ അപ്പുറം ഒന്ന് മാറ്റി കൊടുത്തിട്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കൊടുത്താലും മതി. ഇത് കൊടുക്കാൻ ഭയങ്കര റിസ്ക്കാണ്, ചെറിയ വയർ അപ്പുറമൊക്കെ ആയതുകൊണ്ട്. ഇനി ഇത് ഒന്ന് സോൾഡർ ചെയ്ത് നോക്കാം. പഴയ LEDയുടെ കംപ്ലൈൻ്റ് ആയ ബോർഡാണത്. പുതിയ LED മാറ്റിയ ബോർഡാണിത്. ഈ കണക്ഷൻ ഇങ്ങനെ കൊടുക്കുക. ഡയറക്റ്റായിട്ട് AC ഈ 2 വയർ സോൾഡർ ചെയ്യാൻ വേണ്ടുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കറക്റ്റായിട്ട് ഇതിൽ സൂട്ടാക്കിയിട്ട് ഇതിൽ ഫിക്സ് ചെയ്യാം. അത് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കറക്റ്റായിട്ട് ഇതിൽ സൂട്ടായിരിക്കും. പിന്നെ ഈ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എത്ര ചെറിയ പരിപാടിയേ ഉള്ളൂ. നേരിട്ട് ഹോൾഡിൽ കണക്ട് ചെയ്യാം. പിന്നീട് ഇത് കംപ്ലൈൻ്റ് വന്നാൽ നമുക്ക് ഏകദേശം ഇപ്പോൾ ബാത്റൂം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ബൾബുകളാണ്. അപ്പോൾ അത്ര വലിയൊരു കൂടുതൽ കത്തുന്നൊരു കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ആവശ്യങ്ങളല്ലേ. അപ്പോൾ അതിനതൊക്കെ ധാരാളം. അപ്പോൾ സോൾഡറിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഈ സാധനം ഒന്നും ചെയ്യാനൊന്നുമില്ല. നേരെ ഇതേപോലെ വയ്ക്കുക. ഈ ഒരു ക്യാപ്പ് ഇത് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഫിക്സ് ചെയ്യാതെ തന്നെ ഇത് സാധനം കറക്റ്റായിട്ട് ഇതിൽ സൂട്ടായിരിക്കും. ഇത് കഴിഞ്ഞ് ഈ ക്യാപ്പ് ഇടുക. ക്യാപ്പിട്ട്
ഇനി നമുക്കിത് ഹോൾഡ് കണക്ട് ചെയ്ത് വെക്കാം. ആദ്യം ഇവിടെ നിന്ന് ഇരിക്കട്ടെ. ഇത് കഴിഞ്ഞ് നമുക്ക് ഹോൾഡ് കണക്ട് ചെയ്യാം. അപ്പോൾ ഹോൾഡറിൽ കണക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ചെയ്യണത്. ഈ ബൾബ് തന്നെയാണ് ചെയ്യണത്. ഇതിൽ കണക്ട് ചെയ്യുക. ഈ ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓക്കെ, സാധനം വർക്കിംഗ് ആണ്. ഇപ്പോൾ ഇത്ര പരിപാടിയുള്ളൂ. ഇനി ഇത് വർക്കിംഗ് ആണോ കറക്റ്റ് നമുക്ക് നോക്കണം വെച്ചാൽ ഈ ഒരു മൊത്തം ഇത് വരിക മതി. ഈ സാധനം ഇതാ കണ്ടോ. ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതിനെ വലിയൊരു ഇലക്ട്രോണിക്സ് പഠിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് ചെറിയ ആൾക്കും ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളൂ. ഓക്കെ, ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.